ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാലാമത്തെ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. റിപ്പോർട്ടർ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് നമ്പർ 4. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കെ സുധാകരനെ ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്ത് പത്മജ വേണുഗോപാൽ. സുധാകരൻ വഴിയാധാരമാകില്ലെന്നും നിരവധി പേർ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേരാൻ തയ്യാറായി നിൽക്കുകയാണെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. കെ കരുണാകരനോട് അനീതി കാണിച്ചവർ കെ സുധാകരനോട് അനീതി കാട്ടുന്നതിൽ അതിശയമില്ലെന്നും പത്മജ വേണുഗോപാൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. വളരെയധികം പ്രതീക്ഷയോട്ട് തന്നെയാണ് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ എവിടേക്കോ ചെറിയ തെറ്റുകൾ പറ്റി. പക്ഷെ ഇപ്രാവശ്യം ബി.ജെ.പി ആയതുകൊണ്ട് എൻ്റെ ഒരു ആത്മവിശ്വാസം കോൺഗ്രസ്സിൽ അത് അവർ സജീവമായിട്ട് തന്നെയുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് അതൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും ഇനി ഞാൻ കിടക്കുന്നില്ല. കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് എന്തിനാ, അതൊക്കെ എൻ്റെ ഒരു വേദനയായിട്ട് അവിടെ ഇരുന്നോട്ടെ. സുധാരേട്ടൻ്റെ മരത്തിലുള്ള ആൾക്കാരൊക്കെ എന്തൊരു അതൃപ്തിയാണ് ഇപ്പോൾ അവർക്കൊക്കെ. അപ്പോൾ എനിക്കതിൽ അതിശയമൊന്നും തോന്നിയില്ല. ഈ കോൺഗ്രസ് ഉണ്ടാക്കിയ കെ കരുണാകരൻ്റെ മകളോടൊക്കെ ഇങ്ങനെ കാണിക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ സുധാകരനോടൊക്കെ കാണിക്കുന്നതിൽ എന്താ ആവശ്യം? ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്നപ്പോഴും എനിക്ക് ഏറ്റവും അധികം മാനസിക അടുപ്പുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സുധാരേട്ടൻ. ഇന്നും ഞാൻ സുധാരേട്ടനെ വിളിക്കുള്ളൂ. അതൊക്കെ ഒരു വ്യക്തി ബന്ധത്തിൻ്റെ പേരിലാണ്. അദ്ദേഹം ഒരിക്കലും വഴിയാധാരമാവില്ല. ജെയ്സൺ ചമളപ്പിലുണ്ട്. ജെയ്സൺ ചമളപ്പിൽ പണ്ട് ഷാഹിക്ക് കാവൽ നിന്നു എന്ന് പറഞ്ഞത് കെ സുധാകരനെ ഒരുപാട് തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട്, വലിയ രീതിയിൽ ട്രോളിയിട്ടുണ്ട്. ഒടുവിലിപ്പോ കൈവിട്ട് താമരക്കുമ്പിളിലേക്ക് പോകുമോ കെ സുധാകരൻ? പത്മജ വേണുഗോപാൽ വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയതാണോ? ജെയ്സൺ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കോൺഗ്രസിനകത്തെ പ്രതിസന്ധി, സുധാകര പ്രതിസന്ധിയിൽ ഏതെങ്കിലും രീതിയിൽ രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാനാകുമെന്ന ചർച്ചയിലും പ്രതീക്ഷയിലുമാണ് കോൺഗ്രസ് ഉള്ളത്. അതുകൊണ്ട് ക്ഷമിക്കണം, ബി.ജെ.പി ഉള്ളത്. അതുകൊണ്ട് ബി.ജെ.പിയുടെ നാം മനസ്സിലാക്കുന്ന ബി.ജെ.പിയുടെ സംസ്ഥാന അഖിലേന്ത്യാ നേതൃത്വങ്ങളുടെ അറിവും സമ്മതത്തോടും കൂടിയാണ് പത്മജ വേണുഗോപാൽ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനമായും പത്മജയും കെ സുധാകരനുമായുള്ള വ്യക്തിബന്ധം അവർ സൂചിപ്പിക്കുന്നു. അതിനുശേഷം അവർ പറയുന്നത് കെ സുധാകരനെ പോലുള്ളവർ ബി.ജെ.പിയിലേക്ക് എത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം വഴിയാധാരമാവില്ല. കെ കരുണാകരനോടും കെ കരുണാകരന്റെ കുടുംബത്തോടും കോൺഗ്രസ് ചെയ്തത് കെ സുധാകരനോട് ചെയ്തതിൽ അതിശയിക്കാനില്ല എന്നാണ് അവർ പറയുന്നത്. അതിനർത്ഥം ഒരു സുരക്ഷാ കവചമൊരുക്കുന്നു, സംരക്ഷണ കവചമൊരുക്കുന്നു. അഥവാ സുധാകരൻ മറ്റൊന്ന് മാറി ചിന്തിച്ചാൽ അത് ബി.ജെ.പിയിലേക്ക് എന്ന ഒരു സൂചന കൂടി പത്മജ വേണുഗോപാൽ നൽകുന്നു. അതിനുള്ള ആദ്യ ശ്രമം കോൺഗ്രസിൽ നിന്ന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിനെ ഉണ്ടാക്കിയ കെ കരുണാകരൻ മകളിലൂടെ ബി.ജെ.പി തുടങ്ങി വെക്കുന്നു എന്ന് വേണം കരുതാൻ. ഇന്നിപ്പോൾ ഡൽഹിയിൽ നിന്നും മറ്റും വന്ന വാർത്തകളനുസരിച്ച്, സുനിലയ്ക്ക് കൊടുത്ത വാർത്തകളനുസരിച്ച് സുധാകരൻ കടുപ്പിക്കുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ അട്ടിമറിക്കുള്ള സാധ്യത ബി.ജെ.പി തള്ളുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആദ്യം പത്മജയെ കളത്തിലിറക്കി അതിന്റെ അന്തരീക്ഷം ആപിനെ അളന്നുകൊണ്ട് തുടർ നടപടിയിലേക്ക് പോകാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് പത്മജ ഇത്തരം ഒരു പ്രസ്താവനമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, ജെയ്സൺ ചാമളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ കെ സുധാകരൻ ഉറച്ചു തന്നെയാണ്. മാത്രമല്ല ഇപ്പോഴും പറയുന്നു മത്സരിക്കും എന്ന് തന്നെയാണ് കെ സുധാകരന്റെ നിലപാട്. അത് കോൺഗ്രസുകാരനായി മത്സരിക്കുമോ? ഇപ്പോൾ പത്മജ വേണുഗോപാൽ വിളിച്ചതനുസരിച്ച് ബി.ജെ.പിയിലെത്താൻ സാധ്യതയുണ്ടോ? അതിനുള്ള സാധ്യത നമ്മളിപ്പോൾ കാണുന്നില്ല. കെ സുധാകരൻ ഷാഹിക്ക് കാവൽ നിന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും കെ സുധാകരൻ കോൺഗ്രസിൽ തന്നെ തുടരാനാണ് സാധ്യത. പക്ഷേ അത് എങ്ങനെ തുടരും എന്നുള്ളതാണ് പ്രശ്നം. ഒന്നുകിൽ കെ സുധാകരൻ പറയുന്ന കെ സുധാകരന് വേണ്ടപ്പെട്ട ഒരാളെ കണ്ണൂരിൽ നിർത്തണം, അതല്ലെങ്കിൽ കെ സുധാകരനെ പരിഗണിക്കണം. ഈ രണ്ട് ഫോർമുലയ്ക്കും അപ്പുറം മറ്റൊരു ഫോർമുലയും കെ സുധാകരനില്ല. ഇനി എന്തെങ്കിലും രീതിയിൽ അനുനയ നീക്കം നടക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഈ നിമിഷം വരെയും ഒരു കോള് ദില്ലിയിൽ നിന്ന് വന്നിട്ടുമില്ല. ഇതാണ് വാസ്തവം.